ഞാൻ ഈ അടുത്ത് എയർബസ് ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു സൗണ്ട് അതിൻ്റെ കാരണം ഹൈഡ്രോണിക് ഞാൻ നോക്കിയപ്പോൾ എഞ്ചിൻ മറ്റേക്ക് ഹൈഡ്രോണിക് ആയിട്ട് മനസ്സിലായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സൗണ്ട് സൗണ്ട് എന്താണെന്ന് അറിയാതിരിക്കുന്ന സാധാരണ ഈ ഹൈഡ്രോളിക് സിസ്റ്റം ചിലപ്പോൾ പ്രഷറൈസ് ചെയ്യുന്ന സൗണ്ട് ആയിരിക്കാം. അതായതിപ്പോ ഓക്കെ ഞാൻ പ്രഷറൈസേഷനെ കുറിച്ച് പറയാം. അതായത് ഇപ്പോ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലേ? പക്ഷെ ഫ്ലൈറ്റ് ഏത് ലെവലിലാണ് പോകുന്നത്? 35,000 ഫീറ്റ് 40,000 ഫീറ്റ് ഇല്ലേ? ഇത്രയും മുകളിലോട്ട് പോകുമ്പോൾ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും? പ്രഷർ മുകളിലോട്ട് പോയി പ്രഷറിന് കൂടുതൽ കുറയോ? കുറയും. മുകളിലോട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മള് ക്ലൈംബിങ് നമ്മള് ഹൈക്കിങ്ങിനൊക്കെ പോകില്ല, നമ്മൾ മല കയറാൻ പോകുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാത്തത് അല്ലെ? മുകളിലോട്ട് പോകുന്നവരും പ്രഷർ കുറയും. ഓക്സിജന്റെ പ്രൊപ്പോർഷൻ സെയിം ആയിരിക്കും, പക്ഷെ നമ്മൾ ഓക്സിജൻ നമ്മുടെ ഈ പ്രഷർ എന്താ ചെയ്യുന്നത്? ഓക്സിജനെ നമ്മുടെ ലങ്സിന്റെ അകത്തേക്ക് പുഷ് ചെയ്താകുന്നുണ്ടായിരുന്നു, ബ്ലഡിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പൊ ആ മിക്സ് ചെയ്യാനുള്ള പ്രഷർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് മുകളിലോട്ട് പോകുമ്പോൾ ഓക്സിജൻ കിട്ടാത്തത്. ഓക്കെ, അതിന് ഫ്ലൈറ്റ് എന്താ ചെയ്യുന്നത്? പക്ഷെ നമുക്ക് 40,000 ഫീറ്റ് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലേ? നമ്മൾ ഇവിടെ നിന്ന് ബ്രീത്ത് ചെയ്യുന്ന പോലെ ബ്രീത്ത് ചെയ്യുന്നു. വൈ? അതായത് ഫ്ലൈറ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? ഫ്ലൈറ്റ് പ്രഷറൈസ് ചെയ്യും. മനസ്സിലായി? ഫ്ലൈറ്റ് എങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നത്? നമ്മളിപ്പോ ബലൂണില് കാറ്റ് നിറച്ച് നമ്മൾ വീർപ്പിക്കും. ഇതുപോലെ തന്നെ ഫ്ലൈറ്റിനകത്ത് എയർ ഇങ്ങനെ നമ്മൾ AC യുടെ വെന്റിലൂടെ എയർ കൊടുത്ത് പ്രഷർ കൂട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം 35,000 ഫീറ്റ് എത്തുമ്പോഴേക്കും ഫ്ലൈറ്റിന്റെ അകത്തെ പ്രഷറും ഏകദേശം ഒരു 6,000 ഫീറ്റിലാണ് നോർമലി ചെയ്യുക. 6,000 ഫീറ്റിൽ നമുക്ക് പ്രഷർ എത്രയാണോ ആ ഒരു പ്രഷർ ലെവലിലേക്ക് ഫ്ലൈറ്റിന്റെ പ്രഷർ ലെവൽ നമ്മൾ എയർ ഫ്ലോയിലേക്ക് ആക്കി വെക്കും. പക്ഷെ നമ്മളിപ്പോ ഒരു നോർമലി ഒരു മനുഷ്യന് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഏകദേശം ഒരു 6,000 ഫീറ്റ് വരെ ഇതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാം. മനസ്സിലായി? അപ്പൊ ആ ഒരു പ്രഷർ ലെവലിലേക്കായിരിക്കും ഫ്ലൈറ്റിനകത്തും പ്രഷർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രഷർ സെറ്റ് ചെയ്യുന്ന ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഓയിൽ എന്ന് പറയാം. ഹൈഡ്രോളിക് സിസ്റ്റം നോ. നമ്മളിപ്പോ നമ്മൾ JCB വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ കാറിന്റെ ബ്രേക്ക് സിസ്റ്റം ഇതൊക്കെ ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക് പെട്ടെന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് പ്രസ് ആവും അല്ലെ? എന്താ വെച്ചാൽ ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഒരു പ്രത്യേകത ഉണ്ട്, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. എയർ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു ചേമ്പറിനകത്ത് കുറച്ച് എയർ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വേണം കംപ്രസ് ചെയ്യാം, പക്ഷെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വെച്ചാണ് ഫ്ലൈറ്റിന്റെ ഇപ്പൊ ലാൻഡിംഗ് ഗിയർ ആവട്ടെ അതിന്റെ ഫ്ലാപ്പ് ആവട്ടെ എല്ലാം ചെയ്യുന്നത് ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വെച്ചാണ്. അപ്പൊ കുട്ടി പറഞ്ഞെന്തായിരിക്കും? ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നമ്മൾ ചെക്ക് ചെയ്യും. നമ്മളിപ്പോ ഫ്ലാപ്പ് ചെക്ക് ചെയ്യും, എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യും. ആ സൗണ്ട് ആയിരിക്കും മിക്കവാറും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഫ്ലാപ്പ് താഴത്തേക്ക് വരുന്ന സൗണ്ട് ആയിരിക്കാം. ഓക്കെ, അതായിരിക്കാം. ഓക്കെ.